ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രീസിലുള്ള ലോഗോസ് ആൻഡ് റെട്രിക് എന്ന് പറയുന്ന തിയറിയാണ്. സോ ലോഗോസ് എന്ന് വെച്ചാൽ അതിൻ്റെ വേർഡ് മീനിങ് വാക്ക്, റീസൺ, പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോജിക്, ഇങ്ങനെയൊക്കെ ഒരുപാട് മീനിങ്സ് അതിൽ പറയുന്നുണ്ട്. ഇവിടെ മെയിനായിട്ടും പല ഫിലോസഫേഴ്സ് ഈ ലോഗോസ് എന്ന് പറയുന്ന വേർഡിന് കൊടുക്കുന്ന മീനിങ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഹെറാക്ലിറ്റസ് എന്ന് പറയുന്ന ഫിലോസഫർ പറഞ്ഞത് ലോഗോസ് എന്ന് വെച്ചാൽ ഒരു റാഷണൽ പ്രിൻസിപ്പിളാണ് എന്നാണ്. അതായത് ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മുടെ യൂണിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു യൂണിവേഴ്സൽ ഓർഡർ അത് ആൾക്കാർ മിക്കപ്പോഴും മനസ്സിലാക്കാനായിട്ട് പരാജയപ്പെടുന്നുണ്ട്. എന്ന് പറയുന്നത് സ്റ്റോയിക് ഫിലോസഫേഴ്സാണ്. സ്റ്റോയിക് ഫിലോസഫേഴ്സ് വിശ്വസിച്ചിരുന്നത് ലോഗോസ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആയിട്ടുള്ള റീസണാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും കണക്ട് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ഡിവൈൻ റീസണാണ്. അതാണ് ലോഗോസ്. ഇനി റെട്രിക്കിൽ അരിസ്റ്റോട്ടലിൻ്റെ തിയറിയിൽ പറയുന്നത് ലോഗോസ് എന്ന് വെച്ചാൽ ഒരു ലോജിക്കൽ ആർഗ്യുമെൻ്റ് ആണ് എന്നാണ്. അതായത് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള ചില ഫാക്ട്സും റീസണിങ്ങും ഒക്കെ ഉപയോഗിച്ച് ഒരു ലോജിക്കൽ മീനിങ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ഇങ്ങനെ കണ്ടെത്തുന്നതിനാണ് ലോഗോസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് റെട്രിക്. റെട്രിക് എന്ന് വെച്ചാൽ ദ ആർട്ട് ഓഫ് സ്പീക്കിംഗ് ആൻഡ് പെർസ്വേഡിങ് പീപ്പിൾ എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ സംസാരിക്കുന്ന സ്പീച്ച് അതിനൊക്കെയാണ് റെട്രിക് എന്ന് പറയുന്നത്, ദ ആർട്ട് ഓഫ് സ്പീക്കിംഗ്. അപ്പോൾ ഏൻഷ്യൻറ്റ് ഏതൻസിൽ സിറ്റിസൺസൊക്കെ കോർട്ടിലും പബ്ലിക് മീറ്റിങ്സിലൊക്കെ സംസാരിക്കേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ പ്രൊട്ടഗോറസ്, ഗോർജസ് പോലുള്ള ടീച്ചേഴ്സൊക്കെ റെട്രിക്കിനെ പഠിപ്പിച്ചിരുന്നൊരു രീതിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ ആൾക്കാരുടെയും ഇൻഫ്ലുവൻഷ്യൽ സ്പീച്ചിലൂടെയാണ്, അല്ലാതെ ശരിക്കും ആബ്സല്യൂട്ട് ട്രൂത്തിലൂടെ മാത്രമല്ല. പ്രൊട്ടഗോറസ് പറയുന്നത് മാൻ ഇസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ്, മീനിങ് ട്രൂത്ത് ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ പെർസെപ്ഷൻ. എല്ലാ കാര്യങ്ങളുടെയും ഒരു മെഷർ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് ഒരു മനുഷ്യനൊരു കാര്യത്തിനെ എങ്ങനെ നോക്കി കാണുന്നു അതിലാണ് ട്രൂത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി പ്ലേറ്റോയുടെ വ്യൂ പറയുകയാണെങ്കിൽ പ്ലേറ്റോ റെട്രിക്കിനെ ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് റെട്രിക് ക്യാൻ ബിക്കം ഫ്ലാറ്ററി, പ്ലീസിങ് പീപ്പിൾ വിത്തൗട്ട് ഗിവിങ് റിയൽ നോളജ്. അതായത് റെട്രിക് എന്ന് പറയുന്നത് വെറുതെ ഒരു ഫ്ലാറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് ജസ്റ്റ് ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിൽ ശരിക്കും റിയൽ ആയിട്ടുള്ള നോളജ് കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന കാര്യം സ്പീച്ച് ഷുഡ് ഓൾവേസ് ബി കണക്റ്റഡ് ടു ട്രൂത്ത്. എപ്പോഴും സ്പീച്ച് സത്യത്തിനോട് മാത്രം കണക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് കൊണ്ട് യാതൊരു യൂസും ഇല്ല. ഇനി അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്, അരിസ്റ്റോട്ടലിന് ഇതിലൊക്കെ ഒരു ബാലൻസ്ഡ് വ്യൂ ആണ് ഉണ്ടാകുന്നത്. അദ്ദേഹം പറഞ്ഞത് റെട്രിക് ഇസ് എ യൂസ്ഫുൾ സിവിക് ആർട്ട് ഇഫ് യൂസ്ഡ് പ്രോപ്പർലി. പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ റെട്രിക് എന്ന് പറയുന്നത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിവിക് ആർട്ട് തന്നെയാണ് എന്നാണ്. അദ്ദേഹം ഇതിന് 3 പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഒന്നാമത്തേതാണ് ഈത്തോസ്. ഈത്തോസ് എന്ന് വെച്ചാൽ സ്പീക്കറിൻ്റെ ക്യാരക്ടർ, സംസാരിക്കുന്ന ആളുടെ ക്യാരക്ടറിനാണ് ഈത്തോസ് എന്ന് പറയുന്നത്. ഇനി പാത്തോസ് എന്ന് വെച്ചാൽ ഇമോഷൻസ് ഓഫ് ദി ഓഡിയൻസ്. ഇത് കേൾക്കുന്ന ഓഡിയൻസിൻ്റെ ഇമോഷൻസിനാണ് പാത്തോസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്നതാണ് ലോഗോസ്. ലോഗോസ് എന്ന് വെച്ചാൽ ലോജിക്കൽ റീസണിങ്. എന്തൊരു കാര്യത്തിലും അതിൻ്റെ ലോജിക് റീസണിങ് കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഗ്രീസിൽ വരുന്നത്. സോ ലോഗോസ് ആൻഡ് റെട്രിക്. സോ ലോഗോസ് എന്ന് വെച്ചാൽ റീസൺ, ലോജിക് ഇവയൊക്കെയാണ്. റെട്രിക് എന്ന് വെച്ചാൽ ആർട്ട് ഓഫ് പെർസ്വേസീവ് സ്പീക്കിംഗ്, എങ്ങനെയാണ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുക, അതാണ് റെട്രിക് എന്ന് വെച്ചാൽ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് യൂജൻ ആൻഡ് വാബി സാബി എന്ന് പറയുന്ന 2 തിയറീസും കൂടി നോക്കാം. താങ്ക് യു.